friends, welcome back to my channel Lizamma's Food and Tips. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണിത്. ഒരുപാട് പാടൊന്നുമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് കഴുകി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി കുറച്ച് വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിച്ച് കഴുകുവാണെങ്കിൽ ഉളുമ്പ് മണമൊക്കെ മാറും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം. 1 കിലോ ചിക്കനും 1 കിലോ അരിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബസുമതി അരി. ഇത് 2-3 പ്രാവശ്യം ഞാനൊന്ന് കഴുകി ഇനിയും നമുക്ക് നിരപ്പിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 5 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അതും ചതച്ചെടുത്തതാണ്. വായ് വിസ്താരമുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ എന്ത് വേണേലും ചേർക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 എണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണം. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷമേ ബാക്കി നമ്മുടെ മസാലകളൊക്കെ ഇടാവൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ പച്ചമണം മാറണം. ഇതിൻ്റെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ഒട്ടും ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടോ, ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കലത്തിൽ ഒരു 3/4 വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പൂവ്, 2 കഷ്ണം കറുവപ്പട്ട, തക്കോലം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതലിടണം. എങ്കിൽ മാത്രമേ ചോറിന് കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ. ഇനിയും ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇടത്തുള്ളൂ. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ചിക്കൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. കുറച്ച് ചാറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്കിത് സ്റ്റൗവ് ഓഫ് ചെയ്യാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും അടച്ചു വെച്ചിട്ട് ഒരു 3/4 വേവ് ആകുമ്പം നമുക്കിത് വെള്ളം ഊറ്റി കളയണം. നമ്മുടെ ചോറ് ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒത്തിരി വേവ് കൂടിപ്പോയാൽ നമ്മുടെ ചോറ് ശരിയാവത്തില്ല. അപ്പം നമ്മുടെ ചോറൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ചോറങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഒന്നോടൊന്ന് തൊടാതെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചോറെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണേ, അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി, ഇത് വേണമെങ്കിൽ മതി കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 3-4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പം ഞാനിപ്പം ദം ചെയ്യാൻ പോവല്ലേ നമ്മൾ. അപ്പം ഞാൻ ഒരു കട്ടിയുള്ളൊരു പാന് വെച്ചിട്ട് ഈ ചരുവ അതിൻ്റെ മുകളിൽ വെച്ചേക്കുവാണേ. അപ്പം കുറച്ചൊന്ന് ഈ നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പാലിൽ ഒരല്പം മഞ്ഞൾ കലക്കി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും കൂടെ നമ്മളൊന്ന് വറുത്ത് ചേർത്തായിരുന്നു നെയ്യിൽ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു വെയിറ്റ് വെക്കുന്നുണ്ട്. നമ്മളൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം പോലും ഏറെ വെളിയിൽ പോകാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് അടച്ച് സെറ്റായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ ഒന്ന് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആവി പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ തുറക്കരുത്. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ മണവും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.